അപ്പൊ നമ്മുടെ പള്ളിക്കറി തിളച്ചോണ്ടിരിക്കുന്ന കേട്ടോ. ശരിക്കും ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്ന കറിക്കൊക്കെ ഒരു കഥയുണ്ട്. അതിപ്പോഴല്ല, കുറേ നാൾ പിന്നോട്ട് പോകണം. ഞങ്ങൾ പഠനകാലം, ആ കാലത്ത് പ്ലാൻ ചെയ്തൊരു ടൂറിൻ്റെ ഭാഗമായിട്ടാണ് ഈ കറി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളിന്നൊരു യാത്ര പോകണം. അങ്ങനെ തുടങ്ങാം അല്ലേടാ? അപ്പൊ നമ്മളിന്നൊരു യാത്ര പോവാണ്. ആ യാത്ര നമ്മൾ കണ്ട വർഷങ്ങൾ കൊണ്ടുള്ള പ്ലാനിങ് ആയിരുന്നു. അപ്പൊ ഞാന്, അരുണ്, എബിന്, അവരുടെ ഫാമിലി എല്ലാരും ഉണ്ട്. അപ്പൊ എന്റെ ഫാമിലി ആയിട്ട് ലക്ഷ്മി ഉണ്ട് കൂടെ. അപ്പൊ ഇനിയിപ്പോ നമ്മൾ നമ്മുടെ വേറൊരു കൂട്ടുകാരന്റെ വീട്ടിൽ പോയി സ്റ്റേ ഒക്കെ ചെയ്തിട്ട് നാളെയാണ് ഞങ്ങളെ കറക്കം. എങ്ങോട്ടാ പോകുന്നത് ഇതുവരെയായിട്ടും പ്ലാൻ ചെയ്തിട്ടില്ല. ഡിഗ്രിക്ക് പഠിച്ചോണ്ടിരുന്നപ്പോ പ്ലാൻ ചെയ്തൊരു യാത്രയായിരുന്നു അല്ലേടാ? ഞങ്ങൾ ഡിഗ്രി കഴിഞ്ഞപ്പോ തൊട്ട് പ്ലാൻ ചെയ്തിരുന്ന യാത്രയാണ്. ഇപ്പൊ കല്യാണം കഴിച്ചതാണ്ടേ പെണ്ണും പിള്ളേയും മക്കളും കൊച്ചുമക്കളൊക്കെ ആയിട്ടുള്ള യാത്രയാണ്. നീ പാട്ടുപാടി ഉറക്കാന്ന് തോന്നല്ലോ. നമ്മൾ നമ്മുടെ വിവേകിന്റെ വീടെത്തി. അപ്പൊ നമ്മൾ ഇന്ന് സ്റ്റേയും കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. അപ്പൊ ഇന്നത്തെ സ്റ്റേയും കഴിഞ്ഞിട്ടാണ് നമ്മളെ ട്രിപ്പ് പോകുന്നത്. അങ്ങനെ നമ്മൾ ഡിഗ്രി തൊട്ട്, ഞാൻ പറഞ്ഞില്ല ആദ്യമേ, ഡിഗ്രി തൊട്ട് പ്ലാൻ ചെയ്ത ടൂർ നമ്മൾ ഇപ്പൊ എത്തി നിൽക്കുന്നത് കായംകുളത്താണ്. കായംകുളം നമ്മുടെ വിവേകിന്റെ വീട്ടിൽ. വിവേക് നമ്മൾ അയത്തിലാരാ, കൊല്ലംകാരനാ. അവ ഇപ്പൊ ജോലി സംബന്ധമായിട്ട് ഇപ്പൊ താമസിക്കുന്നത് കായംകുളത്താ. അപ്പൊ കുറെ നാള് കൊണ്ട് ആഗ്രഹിച്ചൊരു യാത്രയായിരുന്നു ഇല്ലടാ? കുറെ നാളുകൊണ്ട്, കുറെ നാളെന്ന് വെച്ചാൽ വർഷങ്ങളുണ്ട്. അല്ല, അവൻ പട്ടാളത്തിന് ലീവിന് വരുമ്പോ നമ്മൾ അടുത്ത പോവാന്ന് പറഞ്ഞ് ഈ സമയം ഏതോ പോന്നു കാണിച്ചു എന്തുകൊണ്ടേ ടാറ്റാ. കടയിൽ പോയി സാധനം മേടിച്ചിട്ട് വരാം. എടാ 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 അപ്പൊ നമ്മൾ ഇന്നാണ്ട് നൈറ്റ് നല്ല ബീഫ് പള്ളിക്കറി ഉണ്ടാക്കുന്നതാണ്. ഇവന്മാർക്ക് നമ്മുടെ സ്പെഷ്യൽ പള്ളിക്കറി വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നല്ല പള്ളിക്കറിക്കുള്ള ഒരുക്കണം. കണ്ണിന് വെള്ളം വരും പുള്ളി അരിഞ്ഞരിഞ്ഞ്. അങ്ങനെ നമ്മൾ പള്ളിക്കറിക്കുള്ള ബീഫ് ഇടുക. ബീഫ് വേവിക്കാനായിട്ടുള്ള പരിപാടിയാണ്. പള്ളിക്കറിക്കുള്ള ചിക്കൻ ബീഫിനകത്തോട്ട് നമ്മളൊരു സവാള, പിന്നെ കുറച്ച് പച്ച. എങ്ങനെയുണ്ട്? അടിപൊളി വേവിച്ച ബീഫും ബ്രെഡും. അങ്ങനെ നമ്മൾ പള്ളിക്കറിക്കുള്ള തേങ്ങയൊക്കെ വറുത്തരയ്ക്കുന്നു. അല്ല, ഇഷ്ടപ്പെട്ട ഞാനും അതിലും കൂടെ. അപ്പൊ നോക്ക് മക്കളെ, നോക്ക്. നമ്മൾ കണ്ട പള്ളിക്കറിക്കുള്ള സവാളയും ചുവന്നുള്ളി എല്ലാം കണ്ട ഈ പച്ചമുളക് പ്രായമാകുമ്പോഴത്തേന് ചുമന്നു വരുമല്ലോ, അതാണ് കണ്ടത് ചുവന്നുള്ളത്, വറ്റൽ മുളക്. അപ്പൊ നമ്മുടെ അരുമോനാണ് ഇപ്പം ഇളകിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ താണ്ടെ കറിവേപ്പില ഇടും. ഇപ്പോഴാണ് എല്ലാരും കിട്ടിയേക്കുന്നത്. താണ്ടെ ഓരോരോ ഫാമിലി. ഇത് എബിനും ഫാമിലി, കുഞ്ഞെബിന്റെ അല്ല, കുഞ്ഞിതാണ്ട് ഇവന്റെയാണ്. ഇത് കണ്ട നമ്മുടെ വിവേക് മോനും ഫാമിലി. ഒന്നും വേണ്ട, എന്റെ അര മതി. നമുക്കിപ്പോ ഇളക്കാനായിട്ട് നമ്മുടെ പൊണ്ടാക്കി കണ്ടിട്ടുണ്ട് ലക്ഷ്മി. നമ്മളുണ്ടാക്കിയ പള്ളിക്കറി ഫ്രൈ എന്ത് ചെയ്യേ? ഫ്രൈ ഒന്ന് മാറ്റാം. ചിക്കൻ ഫ്രൈ, പൊറോട്ടയൊക്കെ പുറത്തുനിന്ന് മേടിച്ചേട്ടാ. ഇത് 2 ഐറ്റമാണ് നമ്മളെ ഫേവറേറ്റ്. അപ്പൊ നമ്മൾ അഖിലുണ്ടാക്കിയ പള്ളിക്കറിയും കൂട്ടി നല്ലൊരു കഴിപ്പ് പള്ളിക്കറി ആയിരിക്കണം. എല്ലാവരും കൂട്ടി അതിന്റെ വൈകിട്ട് എല്ലാവരും കഴിക്കുകയാണ്. നമ്മള് 2-3 വർഷം മുമ്പ് പ്ലാൻ ചെയ്ത ടൂറാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷം. 4 ക്ലാസ്മേറ്റ്സ്, എബിന്, അരുണ്, വിവേക്, അഖില്.